പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ സമരത്തിനിടെ കർഷകൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. ബി.ജെ.പി നേതാക്കളുടെ വസതികളിലേക്ക് സംയുക്ത കിസാൻ മോർച്ച ട്രാക്ടർ മാർച്ച് പ്രഖ്യാപിച്ചു. കർഷകർ റോഡ് തടഞ്ഞ് പ്രതിഷേധിക്കും. കേന്ദ്ര സർക്കാരുമായി തൽക്കാലം ചർച്ച വേണ്ട എന്നാണ് കർഷക സംഘടനകളുടെ നിലപാട്. അതിർത്തികളിൽ തുടരുന്ന കർഷകർ നാളെ ഡൽഹിയിലേക്ക് നീങ്ങും. കഴിഞ്ഞ ദിവസം ഖനൌരിയിൽ പോലീസുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ 3 കർഷകർക്ക് ഗുരുതരമായി പരുക്കേറ്റിരുന്നു. കർഷകരുടെ ക്ഷേമം ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. ശംഭു അതിർത്തിയിൽ നിന്ന് നിതിൻ അംബുജൻ ചേരുന്നു വിവരങ്ങളുമായി. നിതിൻ, തൽക്കാലം ചർച്ച വേണ്ട എന്ന ഒരു നിലപാടിലാണോ കർഷക സംഘടനകൾ ഉള്ളത്? അതോടൊപ്പം ഈ ഒരു കർഷകൻ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ കൂടുതൽ ഈ പ്രതിഷേധം ശക്തമാകുന്ന ഒരു കാഴ്ചയാണോ കാണാൻ കഴിയുന്നത്? കർഷകൻ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ്. ഇന്ന് ബി.ജെ.പി നേതാക്കളുടെ വസതികളിലും അതോടൊപ്പം തന്നെ റോഡ് തടയൽ സമരവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹരിയാന, പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വ്യാപകമായി തന്നെ കർഷകരുടെ പ്രതിഷേധം ഇപ്പോൾ ഉയരുകയാണ്. കാരണം കർഷകൻ കൊല്ലപ്പെട്ട ഒരു സാഹചര്യം, കൂടാതെ പോലീസിന്റെ ഭാഗത്തും വ്യാപകമായ രീതിയിലുള്ള കണ്ണീർ വാതക പ്രയോഗം, ഇതെല്ലാം തന്നെ കർഷകർക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നിലവിൽ കേന്ദ്ര സർക്കാരുമായുള്ള ചർച്ചയ്ക്ക് നിലവിലിപ്പോൾ സഹകരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനം സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും കർഷക സംഘടനകൾ ഇന്ന് യോഗം ചേർന്നാകും ഭാവി തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുക. ഒരു വൈകാതെ തന്നെ ഇന്നത്തെ ഈ ഒരു കഴിഞ്ഞ ദിവസം സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്നും ഈ ഡൽഹിയിലേക്ക് നീങ്ങേണ്ടതില്ല എന്നാണ് തീരുമാനം. പകരം നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ഡൽഹിയിലേക്ക് നീങ്ങുമെന്നാണ് ഇപ്പോൾ കർഷക സംഘടനകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും ശംഭു അതിർത്തിയിലും ഖനൌരിലും നിലവിൽ സമാധാനപരമാണ് സാഹചര്യം. ഒരു പക്ഷേ ഡൽഹിയിലേക്ക് കർഷകർ നീങ്ങുവാണെങ്കിൽ വീണ്ടും സംഘർഷഭരിതമാകും സാഹചര്യം. അതുകൂടി കണക്കിലെടുത്ത ഒരു സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഹരിയാനയിലും ഇപ്പോൾ പോലീസ് സ്വീകരിച്ചു വരുന്നത്. അതിർത്തിയിൽ വലിയ രീതിയിൽ തന്നെ പോലീസ് വിന്യാസം ഇപ്പോഴും തുടരുകയാണ്. അതേസമയം തന്നെ ഇതുവരെ കർഷകർ ശംഭുവിൽ നിന്നോ അല്ലെങ്കിൽ ഖനൌരിൽ നിന്നോ ഡൽഹിയിലേക്ക് നീങ്ങുവാനുള്ള ശ്രമം നടത്തിയിട്ടില്ല. 2 ദിവസത്തേക്ക് അത്തരമൊരു നീക്കം ഉണ്ടാകില്ല എന്നാണ് കർഷക സംഘടനകൾ വ്യക്തമാക്കിയത്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇന്നത്തെ യോഗത്തിലാകും ഭാവി തീരുമാനങ്ങൾ സ്വീകരിക്കുക. ശരി നിതിൻ.